പ്രിയപ്പെട്ടവരെ, ആം ജസ്റ്റിൻ ജോർജ്. നമുക്ക് അടിപൊളിയായിട്ട് ഒരു സംഭവം നോക്കാം. അതായത് നിങ്ങൾ UPSC മെയിൻസിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി ആണ് ഓപ്ഷണൽ സബ്ജക്റ്റ് എങ്കിൽ GS ഹിസ്റ്ററി ആൻസേഴ്സ് എഴുതുന്നത് പോലെ ഓപ്ഷണൽ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ 250 പോലും സ്കോർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ GS ഹിസ്റ്ററി ആൻസേഴ്സും ഹിസ്റ്ററി ഓപ്ഷണൽ ആൻസേഴ്സും എങ്ങനെയാണ് ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം തലത്തിലാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. ഇഫ് നിങ്ങളുടെ ഓപ്ഷണൽ ഹിസ്റ്ററി ആണെങ്കിൽ അതിൽ 300 സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തന്നെയല്ല GS1 ഹിസ്റ്ററി ആൻസേഴ്സ് നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാണ്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ GS1 ഹിസ്റ്ററി ആൻസേഴ്സും ഓപ്ഷണൽ ഹിസ്റ്ററിയിലെ ആൻസേഴ്സും തമ്മിലുള്ള എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പം ശരിക്കും GS ആൻസർ എന്ന് പറയും, ഹിസ്റ്ററി ആൻസർ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു ജനറലൈസ്ഡ് ആൻസർ ആണ്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. പക്ഷേ ഹിസ്റ്ററി ഓപ്ഷണൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു 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 ചരിത്രകാരന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന കുറച്ചും കൂടി ആഴമുള്ള ഉത്തരമാണ് ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ആൻസർ എന്ന് പറയുന്നത്. വി ബിക്കം എ ഹിസ്റ്റോറിയൻ. എഴുതുന്ന ആള് ഒരു ഹിസ്റ്റോറിയനെ പോലെ ആഴത്തിൽ ചിന്തിച്ച് ഒരു ഹിസ്റ്റോറിയൻസ് എക്സ്പെർട്ട് വ്യൂ എന്നുള്ളതാണ് ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ആൻസർ. അപ്പൊ അതൊരു മൈക്രോസ്കോപ്പിക് ലെൻസ് ആണ്, മറ്റൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ് GS ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. GS ഒരു ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ എഴുതുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന എലമെന്റ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ചരിത്ര സംഭവം അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡന്റ് അത് മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യം, അതിന്റെ സിഗ്നിഫിക്കൻസ് വ്യക്തമാക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? 1857 റിവോൾട്ട് ആവാം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആവാം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആവാം, NCM ആവാം, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ സോക്കോൾഡ് സമുദ്രഗുപ്തന്റെ കോൺട്രിബ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ വൈ ഗുപ്ത ഏജ് ഗോൾഡൻ ഏജ് ആവാം, ഇൻഡസ് ആസാൻ അർബനൈസേഷൻ, അതിന്റെ സിഗ്നിഫിക്കൻ. അപ്പൊ അത് അതിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതേ ക്വസ്റ്റ്യൻ ഒരു ഹിസ്റ്ററി ഓപ്ഷണൽ പെർസ്പെക്റ്റീവിലാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹിസ്റ്ററി ആസ് ആൻ ഓപ്ഷണൽ സബ്ജക്റ്റിലാണ്, അതിന്റെ പേപ്പറിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, അവിടെ എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി നിങ്ങൾ ഒരു ചരിത്രകാരനെ പോലെ കുറെ വാദങ്ങളും അല്ലെങ്കിൽ തെളിവുകളും ഒക്കെ നിരത്തി ആഴത്തിൽ വിശകലനം ചെയ്ത് ആൻസറിലേക്ക് എത്തുന്ന ഒരു രീതിയാണ്. ഫോർ എക്സാമ്പിൾ 1857 റിവോൾട്ട്, ഇറ്റ് ഹാഡ് ട്രമെൻഡസ് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് ഇൻ ദ ഫ്യൂച്ചർ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ വെറുതെ നമുക്ക് എന്താ വെച്ചാൽ ഒരു അതിന്റെ സർഫസ് തലത്തിൽ നമ്മൾ ടച്ച് ചെയ്ത് പോയാലോ അല്ലെങ്കിൽ ഒരു ജനറലൈസ് ചെയ്ത് പോയാലോ ഹിസ്റ്ററി ഓപ്ഷനിൽ അത് ആൻസർ ആവില്ല. അപ്പോൾ ഒരു വാദമുണ്ട്, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യെസ്, അതിന് ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും, വാദങ്ങളും പ്രതിവാദങ്ങളും, അല്ലെങ്കിൽ അതിന്റെ തെളിവുകളൊക്കെ കൃത്യമായിട്ട് നിരത്തി അതിനെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഓപ്ഷണലിൽ വേണം. അപ്പം യു വിൽ ബി എ പ്രോ ഹിസ്റ്റോറിയൻ. നമ്മളൊരു ഹിസ്റ്റോറിയൻ ആയിട്ടാണ് ശരിക്കും ഓപ്ഷണലിൽ ഒരു ആൻസറിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി GS ആൻസറിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, അതിന്റെ ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചാൽ GS ഹിസ്റ്ററി ആൻസറിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ വളരെ ലളിതമായിട്ട് വിശദീകരിക്കുക എന്നുള്ളതാണ്. അതേസമയം സെയിം ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ഓപ്ഷനിലാണ് വരുന്നതെങ്കിൽ ആ ഒരു വിഷയത്തെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഇനി GS ഒരു പർട്ടിക്കുലർ ഇഷ്യൂ, ഒരു ഇൻസിഡന്റ് ഈവന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ ഷോക്കേസ് ചെയ്യുക, അതിന്റെ സിഗ്നിഫിക്കൻസ് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അതേ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷണലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ അതിനെ ആൻസർ ചെയ്യുമ്പോൾ അതിന്റെ വാദങ്ങളും പ്രതിവാദങ്ങളും തെളിവുകളും നിരത്തി വേണം നമ്മൾ അതിനെ എന്താ പറയുക, പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി GS ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് നീന്തി കളിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ആഴത്തിൽ നീന്തേണ്ട ആവശ്യമില്ല. അത് ഒരു പൊതുവായ ധാരണയുണ്ടെങ്കിൽ 1857 revolt causes and effect, quit India, non-cooperation movement, or maybe it is what is called a moderate versus extremist, അല്ലെങ്കിൽ എക്കണോമിക് ഡിപ്രഷൻ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന വേൾഡ് വാർ 1-2. അപ്പൊ ഇതിന്റെ കോസസ് ആൻഡ് എഫക്റ്റ് സിഗ്നിഫിക്കൻസ് അറിയാമെങ്കിൽ, പൊതുവായ ധാരണയുണ്ടെങ്കിൽ സാമാന്യം തരക്കേടില്ലാണ്ട് GS ഹിസ്റ്ററിയിൽ ആൻസർ എഴുതാൻ പറ്റും. ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു പക്വത വേണം, ഡിഫറെന്റ് ഡയമെൻഷൻസ് വേണം, ഹിസ്റ്റോറിയൻസിന്റെ നറേറ്റീവ്സിലൂടെ സഞ്ചരിക്കാൻ പറ്റണം. അതൊക്കെ നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ,
ഭക്തി മൂവ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഭക്തി മൂവ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുകയാണ്. GS ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഇങ്ങനെ ആൻസർ ചെയ്യും: ഭക്തി പ്രസ്ഥാനം സാമൂഹിക സമത്വത്തെയും പ്രാദേശിക ഭാഷകളുടെയും വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ സോ കോൾഡ് സോഷ്യൽ ഹാർമണി, അല്ലെങ്കിൽ സോഷ്യോ റിലീജിയസ് ഹാർമണി, അല്ലെങ്കിൽ വെർണാക്കുലർ ലിറ്ററേച്ചറിന്റെ ഗ്രോത്തിനെയൊക്കെ സ്വാധീനിച്ചു, സഹായിച്ചു. ഒന്ന് രണ്ട് എക്സാമ്പിൾസും പറഞ്ഞിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷെ അതേ ക്വസ്റ്റ്യൻ ഈ പറയുന്ന സോ കോൾഡ് ഓപ്ഷണലിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തായി, അതിനെ കുറച്ചും കൂടി സമഗ്രമായിട്ട് ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു അപ്രോച്ച് ഇങ്ങനെയായിരിക്കും: ഭക്തി പ്രസ്ഥാനം ഒരേ സ്വഭാവമുള്ള ഒരു സർവേന്ത്യ പ്രസ്ഥാനമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. ഒരു ഹോമോജീനിയസ് ഇതായിട്ട് കാണാൻ പറ്റില്ല, ഹെട്രോജീനിയസ് ആണ്. ഓക്കെ, പല ഭാവങ്ങളിലും പല രൂപങ്ങളിലും അല്ലെങ്കിൽ പല രീതികളിലുമാണ് ഭക്തി പ്രസ്ഥാനം വളർന്ന് പന്തലിച്ചത്. ശരിയല്ലേ? റീജിയണൽ വേരിയേഷൻസ് ഉണ്ട് അതിന്. അത് പ്രദേശം, ഭാഷ, ജാതി അല്ലെങ്കിൽ മതധാര, സാമൂഹ്യ പശ്ചാത്തലം ഇവ അനുസരിച്ച് അതിന്റെ സ്വഭാവം മാറി, അതിന്റെ എന്താ പറയുക, സ്പ്രെഡ് അല്ലെങ്കിൽ അതിന്റെ രീതി, രൂപം, ഭാവം, ഇതിനൊക്കെ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അത് പോസിറ്റീവ്സ് ആയിട്ടും നെഗറ്റീവ്സ് ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തെ, അല്ലെങ്കിൽ പ്രാദേശിക കലകളെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഷയെ, വേഷത്തെ, ഇതിനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ആഴത്തിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതിന്റെ തന്നെ സോക്കോൾഡ് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ അതിന്റെ നാനാത്വം, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, ലൈക്ക് ഡിസ്റ്റിങ്ഷൻസ് ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം അത്രേ ഉള്ളൂ. ഈ പറയുന്ന GS ആൻസർ എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചു, എന്താണ് ആക്ച്വലി സംഭവിച്ചത്, അതിന്റെ പ്രാധാന്യം എന്താണ്, അവിടെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുക. പക്ഷെ ഓപ്ഷണൽ ഹിസ്റ്ററി ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ചരിത്രകാരന്മാരുടെ നരേറ്റീവ്സിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സംഭവത്തിന്റെ പല ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശകലനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. യൂസി പല ആംഗിൾസിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഹിസ്റ്റോറിയൻ, ഒരു പ്രോ ഹിസ്റ്റോറിയൻ എന്നുള്ള രീതിയിൽ ഒരു ബാലൻസ്ഡ് കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ ഒരു ഡെപ്തിൽ വരുന്ന വ്യത്യാസം ഇങ്ങനെയായിരിക്കും. GS ആൻസർ ആണെങ്കിൽ അത് കുറച്ചും കൂടി ലളിതമായിരിക്കും, വിശാലമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പക്ഷേ ഓപ്ഷണൽ ആൻസർ ആണെങ്കിൽ കുറച്ചും കൂടി ഇൻ ഡെപ്ത് അനാലിസിസ് ആണ്. കുറച്ച് ആഴമുള്ളതും മൾട്ടി ലെയർ ആയിട്ട് പല പാളികളിലും പല ഡയമെൻഷൻസിലൂടെയും സഞ്ചരിച്ചായിരിക്കും നമ്മൾ ആൻസറിലേക്ക് എത്തുക. GS ആൻസറിലെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ആൻസറിന്റെ വ്യൂസിനെ സപ്പോർട്ട് ചെയ്യാനോ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനോ ലിമിറ്റഡ് എക്സാമ്പിൾസ് മതി. പക്ഷേ ഓപ്ഷണലിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ തെളിവുകളും വിശദീകരണങ്ങളും അനിവാര്യമാണ്. ഓക്കെ, ഇനി ഇവിടെ GS ആൻസറിൽ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമില്ല, ഒരുപാട് ഹിസ്റ്റോറിയൻസിന്റെ പേരുകളോ അവരുടെ വ്യൂസോ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഓപ്ഷണൽ ആൻസർ ആണെങ്കിൽ യുനോ ആ ഒരു വിശദീകരണം, അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ്, അല്ലെങ്കിൽ അതിന്റെ ആഴത്തിലുള്ള വിശകലനം, അതിന്റെ ഒരു ഗൗരവം നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റണം. യെസ്, ഇപ്പൊ നോക്കിക്കേ, 1857 റിവോൾട്ട് തന്നെ എടുക്കാം. 1857 റിവോൾട്ടിനെ GS ആൻസറിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു എന്താ പറയുക, സൈനിക, രാഷ്ട്രീയ, സാമ്പത്തിക, മതപരമായ കാരണങ്ങളാൽ ഉണ്ടായ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായിരുന്നു എന്നായിരിക്കും നമ്മൾ ചിലപ്പം അവിടെ പ്രസ്താവിക്കുന്നത്. പക്ഷെ ഹിസ്റ്ററി ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും 1857 കലാപം, അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് പല ചരിത്രവാദങ്ങളുണ്ട് പല ചരിത്രകാരന്മാരാൽ. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അതിനെ ഒരു ശിപ്പായി ലഹളയായിട്ട് കാണുന്നു. ദേശീയവാദികൾ അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ആധുനിക ചരിത്രകാരന്മാർ അതിനെ പ്രാദേശിക, കാർഷിക, സാമന്ത, സൈനിക സ്വഭാവങ്ങൾ വെച്ചിട്ട് അതിനെ വിശകലനം ചെയ്യുന്നു. അപ്പൊ സെയിം സംഭവം തന്നെയാണ്. പക്ഷെ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി ആഴത്തില്, കുറച്ചും കൂടി എന്താ പറയാ, ലൈക്ക് ബ്രോഡർ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി അതിന്റെ പല പാളികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മളെ വിശകലനം ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചരിത്രകാരന്മാരുടെ പേരുകളോ അവരുടെ കൊട്ടേഷൻസോ ഉപയോഗിക്കുന്നത് GSൽ നിർബന്ധമുള്ള ഒരു കാര്യമല്ല. അത് ആവശ്യമാണെങ്കിൽ മാത്രം GS ആൻസറിൽ ഉപയോഗിച്ചാൽ മതി, ഹിസ്റ്ററി ആൻസറിൽ. പക്ഷെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ചരിത്രകാരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നരേറ്റീവ്സ്, അവരുടെ പെർസ്പെക്റ്റീവ്സ്, അത് നമുക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. ഓക്കെ, നമ്മുടെ വാദം ശക്തമാക്കണമെങ്കിൽ ഹിസ്റ്റോറിയൻസിന്റെ വ്യൂസ് നമുക്ക് പ്രസന്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ആർഗ്യുമെന്റ്സിനെയോ കൗണ്ടർ ആർഗ്യുമെന്റ്സിനെയോ ശക്തമാക്കണമെങ്കിൽ തന്നെയല്ല, നമ്മളൊരു പ്രോ ഹിസ്റ്റോറിയൻ പെർസ്പെക്റ്റീവിലാണ് എഴുതുന്നത് നിങ്ങൾ തെളിയിക്കാനും നമുക്ക് ഈ ഹിസ്റ്റോറിയൻസിന്റെ നരേറ്റീവ്സ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ ക്രോണോളജിന്റെ പ്രാധാന്യമാണ്. GS ആൻസറിലും ഹിസ്റ്ററിന്റെ GS ആൻസറിലും ഓപ്ഷണൽ ഹിസ്റ്ററി ആൻസറിലും ഈ ക്രോണോളജി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. GS ആൻസറിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ ഒരു ബേസിക് ക്രോണോളജി പ്രസന്റ് ചെയ്താൽ മതി. എന്താ പറയുക, ഒരു സംഭവ വികാസങ്ങളുടെ ബേസിക് ആയിട്ടുള്ളൊരു ക്രമം,
ആ സംഭവങ്ങൾ സംഭവിച്ചതിന്റെ ഒരു 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 കാലക്രമം, അതിന്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായാൽ മതി. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും, ഓപ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഓരോ സ്പെസിഫിക് ഘട്ടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടായിരിക്കണം. കൃത്യമായ ഒരു കാലക്രമത്തെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. ഇൻഫാക്ട് അത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എല്ലാത്തിലും ലിസ്റ്റ് ഔട്ട് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്, പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ക്രിട്ടിക്കലാണ്. ഇനി യെസ്, ഈ എവിഡൻസസ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ചരിത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി ആൻഷ്യൻ മിഡീവൽ കാലഘട്ടങ്ങളിലെ അല്ലെങ്കിൽ മോഡേൺ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഉദാഹരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. GS വലിച്ചുവാരി ഉദാഹരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ സംഭവങ്ങൾ, വ്യക്തികൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം, ലിമിറ്റഡ് ആണ്. പക്ഷേ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ആർഗ്യുമെന്റ്സിനെ ആഴത്തിലുള്ള വിശകലനങ്ങളാണ് ചിലപ്പോൾ പല ഹിസ്റ്റോറിയൻസിലൂടെ സഞ്ചരിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു എക്സ്പെർട്ട് വ്യൂവിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവാം. അപ്പൊ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പലതരത്തിലുള്ള തെളിവുകൾ, ഓതന്റിക് തെളിവുകൾ നമുക്ക് നിരത്തേണ്ടി വരും. അതിൽ ചിലപ്പം ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷൻസ്, ശാസനങ്ങളായിരിക്കാം, നാണയങ്ങളായിരിക്കാം, ഗ്രന്ഥങ്ങളായിരിക്കാം, യാത്രാ വിവരണങ്ങളായിരിക്കാം, രേഖകളായിരിക്കാം. അത് നമുക്ക് പ്രൂഫായിട്ട് ചിലപ്പോൾ നമ്മുടെ ആർഗ്യുമെന്റ്സിനെയും കൗണ്ടർ ആർഗ്യുമെന്റ്സിനെയും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന സോക്കോൾഡ് ഭാഷയുടെ വ്യത്യാസം മറ്റൊരു ആസ്പെക്റ്റ് ആണ്. ഭാഷയുടെ വ്യത്യാസം. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഭാഷ, നിങ്ങൾ GS ആൻസറിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വായിക്കുമ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആവണം. ആലങ്കാരിക ഭാഷയോ അലങ്കാര ഭാഷയോ നിങ്ങൾ ഉപയോഗിക്കരുത്. ഇറ്റ് മസ്റ്റ് ബി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി അതിന്റെ കീ വേർഡ്സ് ആൻസറിൽ ഉപയോഗിക്കണം. ഒരു ഹിസ്റ്ററി പണ്ഡിതപരമായിട്ടുള്ള കൃത്യതയുള്ള വേർഡ്സും ടെർമിനോളജീസും നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡെപ്ത് റിഫ്ലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ആഴത്തിൽ അനലൈസ് ചെയ്യാനുള്ള സ്കില്ലുണ്ട് എന്നുള്ളത് അവിടെ റിഫ്ലക്ട് ചെയ്യണം. ചരിത്രപരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അവിടെ അനിവാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അവിടെ അനിവാര്യമാണ്. ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. GS ആൻസറിലും ഓപ്ഷണൽ ആൻസറിലും ഉള്ള സ്ട്രക്ചറിന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പൊ GSന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് സിമ്പിൾ ആണ്. ദർ ഈസ് ആൻ ഇൻട്രോ ബോഡി കൺക്ലൂഷൻ. വെരി സിമ്പിൾ ആണ്. ഇൻട്രോ ബോഡി കൺക്ലൂഷൻ, ഫൈൻ. വളരെ ആക്യുറേറ്റ് ടു ദ പോയിന്റ് ആൻസർ ആണ്. ചോദിച്ചു, കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തു. ഓക്കെ. ഈവൻ അവിടെ നിങ്ങൾ കൊടുക്കുന്ന ഹെഡിങ്സും സബ് ഹെഡിങ്സും ലിമിറ്റഡ് ആണ്. ചിലർ യൂസ് ചെയ്യാറില്ല, ഇനി യൂസ് ചെയ്താലും ലിമിറ്റഡ് ആണ്. പക്ഷെ ഹിസ്റ്ററി ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളൊരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അനിവാര്യമാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനിവാര്യമാണ്, ചരിത്രപരമായിട്ടുള്ള വാദങ്ങളും തെളിവുകളും അല്ലെങ്കിൽ പ്രതിവാദങ്ങളും അനിവാര്യമാണ്, വിശകലനം അനിവാര്യമാണ്, അതിൻ്റെ ഒരു വിധി നിർണയം അല്ലെങ്കിൽ കൺക്ലൂഷൻ അനിവാര്യമാണ്. അത് മൾട്ടി ലെയറിലൂടെയാണ് ആൻസർ ഡെവലപ്പ് ചെയ്യുന്നത്. പല ലെയറുകളായിട്ടാണ്, പല ഡയമെൻഷൻസിലൂടെയാണ് ആൻസർ ഡെവലപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന സോക്കോൾഡ് നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വാദഘടന അല്ലെങ്കിൽ നമ്മൾ വാദിച്ചു പോകുന്ന ഒരു സ്ട്രക്ചറൽ ട്രാൻസിഷൻ നമുക്ക് റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം ഓപ്ഷണൽ ആൻസറിലേക്ക് വരുമ്പോൾ ചരിത്രപരമായിട്ടുള്ള ആ ഒരു ഇൻസിഡന്റിന്റെ പശ്ചാത്തലം പറയാൻ പറ്റണം, അതിന്റെ പ്രധാന വാദത്തെ പ്രസന്റ് ചെയ്യാൻ പറ്റണം, ചരിത്രകാരന്മാരുടെ അഭിപ്രായങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റണം, തെളിവുകൾ നിരത്താൻ പറ്റണം, പ്രതിവാദങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റണം, തെളിവുകൾ വേണം. ആൻഡ് എന്താ പറയുക, വളരെ സമതുലിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തന്നെ എടുക്കുക. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ GSലാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ചോദിക്കുകയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഇമ്പാക്റ്റ് ഒക്കെ പറയും. അല്ലെങ്കിൽ ഈ നഗരവൽക്കരണം, തൊഴിലാളികളുടെ ചൂഷണം, കൊളോണിയൽ സ്വാധീനം, മോഡേൺ ക്യാപിറ്റലിസത്തിന്റെ വളർച്ച, കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും പോവാം. അതേ ആൻസർ ഓപ്ഷനിലേക്ക് വരുമ്പോൾ വരുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ വി വിൽ ഡെഫിനറ്റ്ലി സേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, അത് ഇംഗ്ലണ്ടിൽ ആദ്യം സംഭവിച്ചത് ഫ്ലോ ചാർട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡയഗ്രാംസ് ആയിട്ടോ വളരെ ഈസി ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യും. പിന്നെ ഈ പറയുന്ന സോക്കോൾഡ് ഒറിജിനൽ ഫാക്ടേഴ്സ്,
ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് വളരെ പ്രിസൈസ് ആയിട്ട് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ഷൂട്ട് ചെയ്ത ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ്, അതിലൂടെ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ഇമ്പാക്ട്സിലേക്ക് പോകും. ആ ഇമ്പാക്ട്സിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സൂക്ഷ്മദർശിനി വെച്ചിട്ടായിരിക്കും. അതായത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ സർഫസ് ലെവലിൽ നഗരവൽക്കരണം അല്ലെങ്കിൽ സാമ്പത്തിക മാറ്റം അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളി ചൂഷണം എന്ന് പറയുന്നേക്കാൾ ഉപരി കുറച്ചും കൂടി ഇൻ ഡെപ്ത് ആയിട്ട് അതിൻ്റെ പല പാളികളിലൂടെയും നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഡെഫിനറ്റ്ലി അതിൽ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ ഒരു സംഭവം ഇന്ത്യനെ എങ്ങനെ സ്വാധീനിച്ചു, ബാധിച്ചു, അല്ലെങ്കിൽ ചരിത്രകാരന്മാരുടെ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ചിലപ്പം ഓപ്ഷനിലേക്ക് കൊണ്ടുവരേണ്ടി വരും. കൺക്ലൂഷൻ ഒബ്വിയസ്ലി ഒരു പ്രാധാന്യം കാണിച്ച് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയാണ് GS ഹിസ്റ്ററി ആൻസേഴ്സ് എഴുതുമ്പോൾ. അതിൽ കറണ്ട് പ്രസക്തി എന്താണ്, കറണ്ട് റെലവൻസ് എന്താണെന്നുള്ളത് പറയും. ഓപ്ഷണൽ ആൻസറിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതേസമയം ആ ഒരു ആശയത്തിന്റെ സങ്കീർണത റിഫ്ലക്റ്റ് ചെയ്യുകയും വേണം. അപ്പം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. GS നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എക്സാമിനർ ഫോക്കസ് ചെയ്യുന്നത് GS ഹിസ്റ്ററി ആൻസർ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു ആസ്പിരന്റിന് ഹിസ്റ്ററി മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. ഇനി ഹിസ്റ്ററി ഓപ്ഷണൽ ആൻസർ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എക്സാമിനർ നോക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആസ്പിരന്റ് ഹിസ്റ്ററി ശരിക്കും ഒരു വിഷയമായിട്ട് ആധികാരികമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുക. ആ രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഈ പറയുന്ന ഒരു ഓപ്ഷണൽ ആൻസറിലേക്ക് വരുമ്പോൾ ചരിത്ര പശ്ചാത്തലം, ചരിത്രകാരന്മാരുടെ വാദങ്ങൾ, പ്രതിവാദങ്ങൾ, തെളിവുകൾ, ചിന്താപരമായിട്ടുള്ള വിശകലനം ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള കൺക്ലൂഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഓപ്ഷനിൽ വളരെ ക്രൂഷ്യലാണ്. ഇതെന്തുകൊണ്ടും എല്ലാ ആസ്പിരൻസും, പ്രത്യേകിച്ച് ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾ തള്ളിക്കളയരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലെ പുതിയ തീംസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. Stay tuned. All the best. And for more support details, you can contact us. Thank you. Bye-bye. Gallant IAS, chasing your passion to ace.